買ってください。上手だな。Thank you. Thank you. So, so. Say hi. Hi. Where are you? India. India. Okay. Yeah. Sightseeing. Yeah, sightseeing. Yeah. I want to go. Oh, yeah, come with me. My friend is in India. India. Wow, great. Yeah, come. You look so beautiful. Thank you. Yeah. Good morning. ഇന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. അതായത് ഞാൻ തിരിച്ച് ടോക്കിയോയിലോട്ട്. ഓക്കെ, ജസ്റ്റ് പോയിട്ട് വരണം. കാരണം ഇന്ന് ഇവിടെ ഉള്ള അവിടുത്തെ സക്കുറ ഫെസ്റ്റിവല് ആക്ച്വലി ഓൾറെഡി ഇറ്റ്സ് സ്റ്റാർട്ടഡ്. ഐ തിങ്ക് ഇറ്റ്സ് ഇന്ന് കൊണ്ട് എൻഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് പോയിട്ട് വരാം. കാരണം ഇനി നാളെ എനിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇനി യൊക്കോഹോമയിൽ ബാക്കിയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടെ ഇന്ന് നാളെയായിട്ട് കാണിക്കണം. ഓക്കെ, സോ ഞാനിങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് ഇന്നാണ് കുറച്ച് ഇതായിട്ട് സമയം എടുത്തിട്ട് ഇറങ്ങിയത്. കാര്യം അടുത്ത പ്രിഫെക്ചറൊക്കെ ഓടി 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 സോ ടയേർഡ്. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഇന്നും ലോങ് ജേണി ലോങ്ങൊക്കെ തന്നെയാണ്. ഓക്കെ, തുറക്കം പോലെ വേഗം തുറന്നിട്ട് പോകാം വേഗം വരും. ഇന്ന് വീക്കെൻഡ് ചെക്കൗട്ട് ചെയ്യാനുള്ളതും ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ചോദിച്ചാൽ സോ അയ്യോ ഞാൻ പോലെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോന്നു. ഞാൻ വിചാരിച്ച് മഴയില്ലെന്ന് നോക്കട്ടെ, അല്ല പിന്നെ തിരിച്ചു പോകേണ്ടി വരും. അല്ല, മഴ ഉണ്ടെന്നറിയാമായിരുന്നു. ഇതെല്ലാം കൂടെ വലിച്ചുകൊണ്ട് നടക്കുന്ന നോവേ കുടയില്ലാതെ പറ്റത്തില്ല. നല്ല വെതർ. സോറി, കുട എടുത്തിട്ട്. സോ കാരണം ഇന്ന് വെതർ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഒക്കെ ഇന്ന് 2 ദിവസമേ ഉള്ളെന്ന് അറിയായിരുന്നു നല്ല വെതർ. ആ വെതറിനാണ് ഞാൻ ഓടിയതൊക്കെ. ഒരു അമ്പലം എടുത്തിട്ടുണ്ട്. നല്ല വെതർ. ഓക്കെ, അങ്ങോട്ട് പോകണോ വേണ്ടതെന്ന് ആലോചിക്കാം. ഇവിടെ പിന്നെ എന്താ പറയാ, ഷോപ്പിംഗ് പോർട്ടേഴ്സിൽ പിന്നെ കിടന്ന് കറങ്ങി കഴിഞ്ഞു. കുറെ ഞാൻ കുറെ പോയി രാവിലെ എടുത്ത് നടക്കാൻ പോയി. പിന്നുള്ളത് റെഡ് ബ്രിക്ക് ഹൗസാണ്. ഓക്കെ, റെഡ് ബ്രിക്ക് റെഡ് ബ്രിക്ക് ഹൗസ് അല്ല,
റെഡ് ബിൽഡിങ് ഹൗസ് തന്നെ, ബിൽഡിങ് ഒക്കെ എന്തോ വെയർ ഹൗസാണ്. ഓക്കെ, സോ അതിൻ്റെ വീഡിയോ എടുക്കണം, പിന്നെ വന്നിട്ട് എടുക്കണം. കാരണം ഈ സമയത്ത് രണ്ടും കണക്കാണ്. ഏതായാലും പോക്കരയിൽ വരെ പോയി നോക്കാം. അതന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, ഓണോ വേണ്ടയോ. കാരണം ഈ മഴ പാർക്ക് സപ്പൂറ ഫെസ്റ്റിവലിൻ്റെ ഡേ ആണ്. ഓക്കെ, വൈകുന്നേരം ഒന്ന് മഴ, അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇപ്പോൾ 1 o'clock ആയി. ഇതുണ്ട്, ഇതാണ് വെതർ. രാവിലെ ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വാക്കിംഗ് പോയപ്പോൾ കുറച്ച് വാക്കിംഗ് ചെയ്തു. അപ്പോൾ അല്ലേ തന്നെ വാക്കിംഗ് ഇല്ല, രാവിലെ തുടങ്ങുന്ന നടക്കുന്നുണ്ട്. ഈ അമ്പർലായ്ക്ക് മാത്രമേ ഇവിടെ പറ്റുള്ളൂ. സോ ഇന്ത്യ എനിവേ, ഞാൻ സ്റ്റേഷനിലോട്ട് സോവില്ലി പോയിട്ടും ഒരു ഷോൾ എടുക്കാനും ഞാൻ പോയി. എൻ്റെ കാര്യം ഇങ്ങനെ കണ്ടു. കാര്യം രാവിലെ അങ്ങോട്ട് കുളിക്കുമ്പോൾ എനിക്ക് നല്ല ചൂടാണ്. പുറത്തിറങ്ങി കഴിയുമ്പോഴല്ലേ വേറെ പെട്ടെന്ന് ഇന്നധികം ഞാൻ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു എൻ്റെ ഡ്രസ്സിങ്. ഓക്കെ, ഏതോ ഓക്കെ വീഡിയോ ഇത് കോഫി ആയിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടി ഭയങ്കര വീഡിയോ. നമ്മൾ നോക്കുമ്പോൾ ഡ്രസ്സിലിങ്ങേ ഉള്ളൂ. പണ്ട് ഞാൻ എന്താ പറയുക, ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ജപ്പാനിൽ കൂടെ മഴയത്ത് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കഴിഞ്ഞ തവണ കോമേ വന്നപ്പോൾ അത് പക്ഷെ നല്ലൊരിതായിരുന്നു. ഞാൻ നടക്കാൻ സുഖം, കുറച്ചൊരു ഇങ്ങനത്തെ ഇതിപ്പോൾ വിൻ്റർ അങ്ങോട്ട് തീർന്നു വരുന്ന സമയമല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ അത് സമ്മറിലായിരുന്നു. മഴ പെയ്യുമ്പോൾ നമുക്ക് നല്ല കുറച്ചുകൂടെ നല്ല ഒരു ഈസി എഫക്റ്റ്. ഓ മൈ ഗോഡ്, സീ ഞാനേ ഇത്ര തടിച്ചായിട്ട് എന്നെ കൂടെ പുറത്തേക്കൊണ്ട് പോകും കാറ്റ്. ഓക്കെ, കാര്യം കുറേയൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്ത് കുറേ നാളത്തേക്ക് എല്ലാം കൊടുത്തു വിടാൻ. ഹോട്ടൽ ടു ഹോട്ടൽ ട്രാൻസ്ഫർ. ഓക്കെ, അത് നല്ല പൈസയാണ്. പക്ഷെ പൈസ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വലിച്ചുകൊണ്ട് പക്ഷെ എനിക്ക് നടക്കേണ്ടി വരും. കാരണം ഞാൻ ക്യോട്ടോയിൽ ഞാൻ കുറേ 1 month ഞാൻ നോക്കിയത്. ഓക്കെ, 1 month പോയിട്ട് പിന്നെ കട്ട് ഡൗൺ ചെയ്ത് 15 ദിവസമാക്കി. ഓക്കെ, കാരണം ഭയങ്കര പൈസ. ആൻഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതും ഈ സീസണും കൂടെ ആയപ്പോഴത്തേക്കും അതെൻ്റെ റോങ് ഡിസിഷൻ ആയിരുന്നോന്ന് ചോദിച്ചാൽ ആണോന്ന് ചോദിച്ചാൽ ഞാൻ പറയല്ലായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, ജസ്റ്റ് മുംബൈ ബാംഗ്ലൂർ പോകുന്ന പോലെ അല്ലല്ലോ. ഓക്കെ, ഇത്രയും ദൂരത്തുള്ള ഒരു കൺട്രിയിൽ വന്നിട്ട് നമ്മൾ അത്രയും ഫ്ലൈറ്റ് ചെയ്യും. ഇന്ത്യയാണ് സഹിക്കാൻ വയ്യാത്ത. My goodness, I can't move around. See, seconds. My goodness. Oof. I can't move around. See? സോ നമ്മളെവിടെ ആയിരുന്നു? ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയാവില്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇത്രയും ഇത് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, ഒന്ന് വന്നതെന്ന് പറഞ്ഞാലും ഇവിടെ 100 തവണ വന്നാലും തീരില്ല, അത്രയ്ക്കുണ്ട്. ഓക്കെ, ഞാൻ ആ ലിംഗോസിന്റെ ഷോപ്പിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സോ ചില ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായപ്പോഴത്തേക്ക് ഇതാ ലിംഗോസിന്റെ ഷോപ്പിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം സ്റ്റേഷൻ വരെ പോകണ്ടേ, കുറച്ച് നടക്കാനെങ്കിലും. ഈ മഴയൊക്കെ കപ്പുള്ളമാരൊക്കെ നമ്മളെയൊക്കെയാണ് ഒന്നും കൊള്ളാത്ത.
ഇവിടെ അല്ലെങ്കിലും ക്ലാസി ഏജ്ഡ് പീപ്പിൾ ഹാറ്റ്സ് ഓഫ്. അതാണ് എന്താ പറയാ, 50 വയസ്സാകുന്നതിന് മുമ്പേ യാത്രയില്ല, എവിടെയെങ്കിലും ഒരു കോലായിലും ഇരിക്കുന്ന ആ ഒരു കൾച്ചറൊക്കെ മാറണം. ഞാൻ പറഞ്ഞില്ല, ഇത് ബസ്സിനകത്തൊക്കെ പോകുമ്പോഴാണ്, ഇന്നലെയാണ് അത്രയും ദൂരമുള്ള ബസ്സിൽ പോകുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. എന്നെ ഏതോ ഒരു എന്താ പറയാ, അവര് ഇവിടെ സ്പേസിൽ പോയതുപോലെ ഉണ്ട്. എന്റെ തലമുടി എല്ലാം കൂടെ പോകുന്നു എയർപോർട്ട്. അത്ര ആ ഒരു ക്ലൈമറ്റും വെതറും പെട്ടെന്ന് എനിക്ക് സുനിതാ വില്യംസിന്റെ മുടി പോകുന്ന കണ്ട ഓർമ്മ വന്ന്. സോ പണ്ടിന് ഞാനേ കണ്ടത് കുറച്ച് കഴിഞ്ഞു. മൈ ഗുഡ്നസ്. ഓക്കെ, ഞാൻ നടന്നു. ഓക്കെ, വഴി തെറ്റിയോ എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമുക്കിനി ഇത് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, ബൈ. സുനിതാ വില്യംസ് ഹെയർ. ഇങ്ങനെ ഫൈനലി നമ്മൾ എത്തി. ഇതാ ഞാൻ വന്ന ട്രെയിൻ പോകുന്നു. ഓക്കെ, ഇത്തിരി സമയമൊക്കെ തുടങ്ങി. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഞാൻ മുമ്പ് വന്നിട്ടുള്ളതായതുകൊണ്ടാണ് എനിക്ക് എത്ര ഈസിയായിട്ട് വരാൻ പറ്റിയത്. അതായത് ഞാൻ യോക്കോഹാമയിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്ന്, ഇത് മറ്റേ ടോക്കിയോയിൽ നിന്നായിരുന്നു താമസം വന്ന്. ഇത് ടോക്കിയോയിൽ നിന്ന് അടുത്താണ്, തൊട്ടടുത്താണ്. ഓക്കെ, 2 സ്റ്റോപ്പേ ഉള്ളൂ. പക്ഷെ ഇത് നോക്കൂ, ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാനത് മോർണിംഗിൽ രാവിലെ വന്നു. ഓഫ് സീസൺ മീൻസ് ഈ സീസണൊന്നും അല്ലല്ലോ ഇത്, ഇന്നിവിടെ ഫെസ്റ്റിവലാണ്. നോക്ക് അതായത് ട്രെയിനിന്റെ സ്റ്റേഷനകത്തുനിന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ, ഇതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും. ഓക്കെ, രാവിലെ തുടങ്ങും. ഞാൻ 9 o'clock എന്തോ സമയം വന്നപ്പോൾ പോലും അന്ന് കുറച്ച് കാമായിട്ട്, കുറച്ച് ആ സമയത്തൊക്കെ കുറച്ചൊരു എന്നാലും ഉണ്ടായിരുന്നു നല്ല നല്ല മ്യൂസിക്, എന്താ പറയാ, ഷോസ്, ഒരുപാട് നല്ല വീഡിയോസ് ആയിരുന്നു. ഐ റിയലി റിഗ്രറ്റ് നൗ. ഓക്കെ, കാരണം എന്താ പറയാ, അത്രയും നല്ല വീഡിയോസ് ഒക്കെ പോയി. എനിക്ക് ഇതൊന്നും അത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഓക്കെ, നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അവിടെ ഒരു തിങ്കിങ് മാൻ ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ലാസ്റ്റ് ടൈം. ഓക്കെ, ഇന്നിവിടെ ഭയങ്കര റഷായിരിക്കും. കാരണം ഇന്നുകൊണ്ട് ഫെസ്റ്റിവൽ അത് തീരുവാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് അതായത് സപ്പൂറയുടെയാണ് മെയിൻ. ഓക്കെ, സപ്പൂറ ഫെസ്റ്റാണിത്, ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഇവിടുത്തെ. പാർക്ക് ഇൻഫർമേഷൻ പാർക്ക് പാടി ഇത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ ഈ ഇതിൽ കൂടെ നടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രീ ഒക്കെ സക്കുറയാണ്, ഇതൊക്കെ പൂത്ത് നിന്നിരുന്നെങ്കിൽ എന്താ ഭംഗിയായിരിക്കും. ഓക്കെ, സോ അന്ന് ആ ഇലകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. കുറേ മ്യൂസിയംസ് ഉണ്ട്. ഓക്കെ, പാർക്ക് മാത്രമല്ല, സൂ ഉണ്ട്, നാഷണൽ മ്യൂസിയം ആണ് എൻ്റെ ഇവിടെ മ്യൂസിയം. അങ്ങനെ കുറേ കാഴ്ചകളുള്ളതാണ്. ഒരുപാട് ആർട്ട് മ്യൂസിയം, നാഷണൽ മ്യൂസിയം, അങ്ങനെ കുറേ മ്യൂസിയംസ്. പിന്നെ പാർക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ. ഞാനിപ്പോൾ ഇതൊന്നും നോക്കാത്തതുകൊണ്ട് എനിക്ക് എല്ലാം മറന്നു പോയി. ഞാൻ അന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ഏക്കർ എത്ര കണക്കിനാണെന്നൊക്കെ ആയിട്ട്. സോ സി യു ക്യാൻ ബിലീവ്. ഇവിടെ ഒരു തിങ്കിങ് മാൻ ഉണ്ട്. അവിടെ ഞാൻ അയാളെ പോലെ ആക്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ലാസ്റ്റ് ടൈം. എനിക്ക് കാണിച്ചു തരാതെ.
അവിടെ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് അതാണ് തിങ്കിങ് ഞാൻ. ആ മ്യൂസിയത്തിൻ്റെ അവിടെയുള്ള തിരക്ക് നോക്കും. അതൊന്നും പോകുന്നില്ല, കാര്യം എല്ലാം എക്സ്പ്ലോർ ചെയ്തതാണ്. പിന്നെ ഇവിടെ തന്നെ വരണോ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 2 പ്രാവശ്യം തീരുമാനിച്ച് വരണോ വേണ്ടതെന്ന്. ഇറ്റ്സ് എ തിങ്കിങ് മാൻ സ്റ്റാച്ചു. ഇറ്റ്സ് വെരി ഞാനും തിങ്ക് ചെയ്യും. അയാളുടെ അവസ്ഥയൊക്കെ എൻ്റെത് എന്തോ ചെയ്യണമെന്നറിയാതെ തിങ്ക് ചെയ്തിരിക്കുന്നു. സോ തിങ്കിങ് മാൻ. ഞാനൊരു ഫോട്ടോ വാവ്. ഫൈനലി കുറച്ച് സൺ വന്നു. ഓക്കെ, അതൊരു ലക്ക്. കണ്ടതാണല്ലോ രാവിലത്തെ വിൻഡ് ആൻഡ് സീ. ഇതാണ് വെനോ പാർക്ക്. അവിടെ വെനോ സൂ. ഓക്കെ, ആ ഭാഗത്ത് വെനോ സൂ. ഇതാണ് വെനോ പാർക്ക്. Tons of hopes also is there. See, okay, because ലക്ഷങ്ങളാണ് ഓരോ മിനിറ്റിലും വന്നു പോകുന്നത്. അത്രയ്ക്ക് വെറുതെ പറയുന്നില്ല. ബിക്കോസ് ഇതാണ് എന്താ പറയുക, ടോക്കിയോയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്, എസ്പെഷ്യലി ഇൻ ചെറി ബ്ലോസം. ഓക്കെ, നോർമലി തന്നെ വെനോ പാർക്ക് ഇസ് വെരി 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 എസ്റ്റാബ്ലിഷ്ഡ് പാർക്ക്. ഇനി 1902 സംതിങ് ഉള്ളതാണ്. ഓക്കെ, പക്ഷെ അതൊക്കെ ഹിസ്റ്ററി നമുക്ക് പിന്നെ പറയാം. സി ദിസ് ഈസ് ദ തിങ്. ഇത്രയും ജനം വരാനുള്ള മെയിൻ കാരണമാണ് 1000 ഓഫ് സക്കുറ ട്രീസ് ആർ ഹിയർ. യു ഡോണ്ട് ബിലീവ് ദാറ്റ്. ഓക്കെ, തൗസൻഡ്സ്. സോ അവിടെ അത് കാണുന്ന ഒരേ ഒരു ജപ്പാനിലെ ഒരു സ്ഥലമാണിത്, വെനോ പാർക്ക്. Thousands of cherry blossoms are sakura. Okay, you can see that. The whole area is there. Okay, so thousands are there. See, നമുക്ക് സക്കുറയുടെ മാത്രം ഫോട്ടോ എടുക്കാനാണെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ളതെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഹോട്ടലിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല ഇതുണ്ടായിരുന്നു എല്ലാം ആയിട്ട്. പക്ഷെ നമുക്കതല്ലല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇതേപോലെ ഇത്രയും ജനം വരുന്ന എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു എന്താ പറയാ വെൽ നോൺ പാർക്ക് ആകുന്നതിന്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആണിൻ്റെ മൈക്കിന്റെ ഒന്നുമില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു പോകാമെന്ന് വിചാരിച്ചതേ ഉള്ളായിരുന്നു. സോ അല്ലെങ്കിലും പൊതുവെ ഞാൻ മൈക്ക് വെക്കാറില്ല ഈ തിരക്കിനിടയിൽ. വേറെ എന്താ പറയാ സ്റ്റിക്കില്ല, ഒന്നുമില്ല, കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. സോ forgive me for that bad shots and all. Okay, thousands at ഇതിൽ കാണാം, നമുക്ക് നടന്ന് കാണാം. കണ്ടോ, ഇത് സക്കുറ കാണാൻ വരുന്നവര് ഇവിടാണ്. എനിക്ക് ഏറ്റവും സന്തോഷമായതാണത് വെതർ ജസ്റ്റ് ഗോഡ് ഗ്രേസ് ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഓക്കെ, അതർവൈസ് ഇറ്റ് വിൽ ബി വെരി 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 ബാഡ് സിറ്റുവേഷൻസ് ഹിയർ. ഓക്കെ, സക്കുറ ആദ്യം വിരിഞ്ഞത് ഇവിടെയാണ്. ഓക്കെ, ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മനഃപൂർവ്വം വന്നില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എന്താ പറയുക 2 തവണ വരാനുള്ള ടൈമില്ല. ടൈമുണ്ട്, നമ്മുടെ മാസങ്ങളുണ്ടെങ്കിലും നമ്മൾ അത്രയും എന്താ പറയുക വേറെ സ്ഥലങ്ങൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് വേറെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ മിനിമം ഹാഫ് ഡേ എങ്കിലും പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഉണ്ടേ, പക്ഷെ നമുക്ക് വേണ്ടത് കിട്ടിയേ പോരെ. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ആരും യോക്കോഹോമയിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല. ടോക്കിയോ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട്, കാരണം ടോക്കിയോയിൽ ആണ് ആൾക്കാർ നിൽക്കുന്നത്. ഓക്കെ, ഈ ടോക്കിയോയിൽ നിന്ന് യോക്കോഹോമ കാണാൻ വരും. കാരണം യോക്കോഹോമയിൽ നിന്ന് തിരിച്ച് ഇവിടെ വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് സോ ബ്യൂട്ടിഫുൾ. ഇത്രയും ജനം വരുന്നത് നല്ല ആ ചെറി ബ്ലോസംസിന് നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷെ അത് ഈ മഴയത്ത് കുറേയൊക്കെ പോയി, എന്നാലും നല്ലതായിട്ട് കാണാൻ നിങ്ങൾക്ക്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇത് നോർമലി തന്നെ ഫുഡ് സ്റ്റോൾസ്. ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ജനം വന്നിട്ട് പാർക്ക് അല്ലേ, അന്ന് ഇത് ഓഫ് സീസൺ അല്ലേ, വന്നിരുന്ന് എന്താ പറയുക കുട്ടികളും ഒക്കെ ആയിട്ട്. ഞാൻ എന്തോ സൺഡേ ആയിരുന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല. സോ അങ്ങനെ ജനം വന്നിരുന്ന് മുട്ട കഴിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു അന്ന്.
കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ന് ടൺസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്, സ്പെഷ്യലി ഫോർ ദിസ്. ടൺസ് ഓഫ്. ഇത് ഇവിടെ 2 വശം അതൊന്നും ഞാൻ കണ്ടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇത് ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 1 way 2 way. അന്ന് നമുക്ക് വരുമ്പോൾ സുഖമായിട്ട് ഇങ്ങനെ പോകാമല്ലോ. പക്ഷെ ഇത് എന്താ ആൾക്കാർ പോകുന്നിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഞാൻ ട്രെയിനിനകത്ത് കുറച്ച് വിശേഷം പറയണമെന്നുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട്, തീരെ കുഞ്ഞുങ്ങളെയും കൊണ്ടും പിന്നെ പ്രായമായവരെ, നടക്കാൻ വയ്യാത്തവർ പോലും എല്ലാം ഏത് ക്ലൈമറ്റ് ആയാലും അവർ എൻജോയ് ചെയ്യാൻ പുറത്തുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ഗോൾഡൻ എന്താ ഡേയ്സ് വരുന്നു, ഇവിടുത്തെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞ് ഗോൾഡൻ വീക്ക് അത് വരുന്നുണ്ട്. അത് ഈ ഏപ്രിലാണ്, എൻഡിലാണ്. ഓക്കെ, അത് നമുക്ക് ഞാനത് ചെയ്യാം. നല്ല ഫുള്ള് ആ സൈഡിലും ഉണ്ട്, 2 സൈഡിലും. ഓക്കെ, നമുക്കപ്പോൾ ഒരു സൈഡിൽ കണ്ടു പോവാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ സക്കുറ കാണാനുള്ള ഇത് പോയി. കാരണം വെച്ചാൽ കണ്ട് വന്നപ്പോൾ ഒന്നും കാണുമല്ലേ, നമ്മൾ ഉദ്ദേശിക്കാത്തടുത്ത് പോയിട്ടൊക്കെ നമ്മൾ കണ്ടില്ലേ, ഒരുപാട് കണ്ടു. പക്ഷെ സക്കുറയല്ലേ കാണാൻ ഞാൻ ഇവിടെ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്രൗഡ്, ഈ എന്താ പറയുക പൊതുവെ ക്രൗഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. ഈ ഒരു കാരണം അതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മൊമെന്റ്സ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് വന്ന് അല്ലാതെ ഒന്ന് കാണിച്ചിട്ട് പോകുന്ന പോലെ ആവില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ആണ്. ഇപ്പൊ ഞാൻ കാണുന്ന കൂടുതൽ നിങ്ങളായിരിക്കും കാണുന്നത്, ജനത്തെ കണ്ടോ. സോ അന്ന് ഞാൻ ഒരു സക്കൂറ, ഒരു ചെറുതൊരെണ്ണം പൂത്ത് നിന്നിരുന്നു കേട്ടോ, ഒരു വൈറ്റ്. അത് ഞാനപ്പോൾ സക്കൂറ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല, കാര്യം ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറയുകയും ചെയ്തു നല്ല. അത് ഞാൻ അതിൻ്റെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു, ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര് കാണാൻ, എന്നെ ആരും അറിയാത്തതുകൊണ്ട് അതും അങ്ങനെ കിടക്കും. എന്താ കുടയും പിടിച്ച് ഞാൻ ആ സ്റ്റോറി പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നല്ലേ, എന്താ മോണ്ടി കാർലോയുടെ പോലെ എനിക്ക് എപ്പോൾ എനിക്ക് ഗൈഡ് പോകുന്ന കാണുമ്പോഴും എനിക്ക് ആ ഫിലിമും അതിനകത്തെ മൊമെന്റ്സ് ഓർമ്മ വരുന്നു. ഇല്ലേ അത് ഏറ്റവും കൂടുതൽ ഇത്തവണ ഞങ്ങൾ എനിക്കൊന്ന് എന്താ പറയുക, പിങ്കിനേക്കാൾ കൂടുതലും വൈറ്റാണ്. ഓക്കെ, അതിനകത്തൊക്കെ കുറച്ച് ഇലയുണ്ട്, വൈറ്റാണ്. വൈറ്റ് കണ്ടിട്ട് ഒട്ടും ഇലയില്ലാതെ നിൽപ്പുണ്ട്. അതായത് ആൾമോസ്റ്റ് ഓൾ എന്നിട്ടും ബ്ലൂമായിട്ടേ ഉള്ളൂ. ഫുൾ ബ്ലൂമ് ഇത്തവണത്തെ ഈ വെതറും ഇതെല്ലാം കൂടെ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, കുറേയൊക്കെ പോയി. പക്ഷേ ആ ഫുൾ ബ്ലൂം എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. എന്താണ് ഫോട്ടോ എടുത്ത് നമുക്കൊരു കാര്യമില്ല. നമ്മൾ സപ്പറോടെ കുറേ ഫോട്ടോ എടുത്തു. കാര്യം ഈ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് ഫോട്ടോയ്ക്ക് ഒന്നും സ്കോപ്പില്ല. ഫോട്ടോയ്ക്ക് നമ്മുടെ ചേക്കോസമ്മയുടെ മുറ്റത്തുണ്ട്. അവിടെ ഞാൻ എന്താ പറയുക, തിരിച്ചു പോകുമ്പോഴൊക്കെ ആ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ടാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലും ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ കുറച്ച് ഗോൾഡൻ പ്ലേസസ്, സ്പോട്സ് ആണ്. പിന്നെ മര്യാദക്കുള്ള സമയത്താണെങ്കിൽ മൗണ്ട് ഫുജി കാണാം. ഓക്കെ, സോ ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം, ഒരു സൈഡ് തീർത്തിട്ട് വരാം. കാരണം പാർക്ക് നടക്കാനാണ് കിലോമീറ്ററുകളോളം ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഞാൻ പോയപ്പോൾ അവിടെ ഒരു ടെമ്പിളാണ്. ഓക്കെ, ആ അതാ കാണുന്ന അവിടെ ഭാഗത്ത്. അന്ന് അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം തന്നെ നല്ല തിരക്ക്. അന്ന് ഒരു മനുഷ്യനില്ല, ഞാനും വേറെ 1-2 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യനില്ല. ഇത് വേറൊരു ടൈപ്പ്. സോ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരു ടെമ്പിളാണ് അവിടെ. അവിടെ ഒരു ഫോട്ടോ സ്പോട്ടോ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പോയ ഷ്രൈനല്ലേ, ഷ്രൈൻ നിങ്ങളൊന്ന് കാണിച്ചിട്ട് പോകാം. എനിക്ക് എപ്പോഴും എവിടെയും തുടങ്ങുന്നത് ഷ്രൈനോ ടെമ്പിളോ തുടങ്ങുന്നത് ചർച്ച ആയാലും മതി. യൂറോപ്പിലാണെങ്കിലും ചർച്ച് എനിക്കെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഏതായാലും ഒരു പ്രേ സ്പോട്ട് എനിക്ക്, അതിന് പാർക്കായാലും കൊള്ളാം, എവിടെയായാലും ഐ പ്രിഫർ ദാറ്റ് ആൻഡ് ഐ ലവ് ദാറ്റ്. ഓക്കെ, ഞാൻ ആ സ്പോട്ട് കാണിച്ചു തരാം. ഷ്രൈൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല.
ഇവിടെ റെസ്റ്റ് റൂമിന്റെ അവിടെ ക്യൂ നിൽക്കുന്നതിൽ കൂടുതൽ ആൾക്കാരാണ് ഫോട്ടോ എടുക്കാനിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഈ പാർക്കില് പൊതുവേ ഇവിടുത്തെ പാർക്കുകളിലെല്ലാം വന്ന് ഇതുപോലെ ഇങ്ങനെ അങ്ങ് തമ്പടിച്ച് കിടക്കും. ഓക്കെ, സപ്പൂരയുടെ ചെവി ഇപ്പൊ നമ്മള് അവിടെ കണ്ടായിരുന്നു അന്ന് പോയപ്പോ ഹിന്ദിക്കൂല്. ഓക്കെ, സോ ഇതുപോലെ അവിടെ ആ ഒരു മരം കുറച്ച് നന്നായിട്ട് ഫുള്ള് എന്നിട്ട് മേളത്തേക്ക് ആയില്ല പോയി. ഓക്കെ, കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് നോക്കിട്ട് ജനം മൊത്തം വന്ന് പാട്ടും വെച്ച് കിടപ്പുണ്ട് ഇവിടെ. ഓക്കെ, ലൈക്ക് ഭയങ്കര രസമാണ്. നമുക്കും വന്ന് ഫോട്ടോ എടുക്കാനും ഇങ്ങനെ കാരണം എത്ര കണ്ടാലും മതിയാവില്ല. നിങ്ങൾ പറയുന്നതാണ്, എത്ര കണ്ടാലും ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആണ്. ഓക്കെ, എന്താ പറയാനേന്ന് അറിയില്ല. ഇറ്റ്സ് സൂപ്പർ. കണ്ടില്ലേ, ജനമെല്ലാം വന്ന് ടെൻ്റടിച്ച് കിടക്കുന്നു. ഉണ്ടോ? ഓ സോറി 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 സോറി. ഇനി സക്കൂറ വെനോ പാർക്കിൽ വന്നിട്ട് സക്കൂറ കാണാൻ വന്നിട്ട് സക്കൂറ പിസ്സ കിട്ടിയില്ലെന്ന് വേണ്ട കേട്ടോ. ഇറ്റ്സ് എ സ്പെഷ്യൽ, ടുഡേ സ്പെഷ്യൽ സക്കൂറ പിസ്സ. എമ്മി 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 സൂപ്പർ. നമ്പർ 1 ഡെലിവറി പിസ്സ. അവരുടെ ആരാണ്, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നന്നായിട്ടുണ്ട്. സോറി എമ്മി എമ്മി. നല്ല ചൂടോടെ ഈ വെതറിൽ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അവന്റെ ഫേവറേറ്റ് ആണ് പിസ്സ. എത്ര തിരക്കുള്ളടുത്ത് വന്നാലും എന്താ പറയാ, ഞാൻ കണ്ടുപിടിക്കും ഇതുപോലുള്ള കുറച്ച് ഐഡിയൽ പ്ലേസസ്. ഓക്കെ, സോ ഇവിടെ ടൈം വരില്ല. അപ്പൊ കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഓക്കെ, സംഭവം
ഹിരോഷിമയിൽ കണ്ട പോലെ തോന്നും. പക്ഷെ ഇതൊരു ഷൈനാണ്. അപ്പോൾ കണ്ടോ, കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കേട്ടോ. നല്ല കാണാൻ നല്ല ഫേസ്. ഐ ഡോണ്ട് നോ ദിസ് ഹിസ്റ്ററി. ഓക്കെ, സോ ഇതിൻ്റെ ആ ഭാഗത്തായിട്ട് ആ മൂക്ക് മാത്രം കാണാം. യു ക്യാൻ സീ ദ നോസ്. ഓക്കെ, അതിനകത്തൊന്നും ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്ന നോസാണ്. ഓക്കെ, സോ കാണാം. കണ്ടോ ഫേസ് കാണാം. കണ്ടോ കണ്ടോ, അയ്യാ സി ക്യാൻ സീ ലിറ്റിൽ ഫേസ്. ഓക്കെ, ബുദ്ധ ഇവിടെ ലോക്കാണ്. സോ ഞാൻ അതെൻ്റെ പറയാനുള്ളത്. ലൈറ്റിൻ്റെ ഓക്കെ, maybe light ഇവിടെ. സോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയാ, ട്രെയിനകത്ത് ഇങ്ങോട്ട് വന്നപ്പോഴും ഉണ്ടല്ലോ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികൾ നിറച്ചുണ്ടായിരുന്നു. ഇന്നും ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ ഭയങ്കരമായിട്ട് തണുത്ത് ഞാൻ പിന്നെ എനിക്ക് എന്താ പറയുക, സോ സ്കേർഡൊക്കെ മോർണിംഗ് ഐ കുഡിൻ വേക്കപ്പ് ഫോർ സംതിങ്. സോ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, ഞാൻ പറയത്തില്ലേ, ഞാൻ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഞാനും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ. കാരണം ഇവിടെ നമുക്ക് ബാക്കി എനിക്കറിയില്ല, ഇവിടെ ഞാൻ കാണുന്നുണ്ട് 1 വയസ്സായാലും 1 വയസ്സിന് മേളിലുള്ള കുട്ടികൾ ആണെങ്കിലും മൊബൈൽ വെച്ചിട്ടാണ്. ഈ എല്ലാവരും ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ വന്ന് നോക്കി ഇങ്ങനെ ഫോണിനകത്തോട്ട് നോക്കി വന്ന് ഇങ്ങനെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കും, ഇറങ്ങി പോകും. ഇതൊന്നും, അതായത് അവരെപ്പോഴും അനൗൺസ് ചെയ്യുന്ന കേൾക്കാം. 24 hours അനൗൺസ്മെന്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മൊബൈൽ എന്താ പറയുക സ്വിച്ച് ഓഫ് ചെയ്യണം. ഓഫ്കോഴ്സ് അതിനകത്ത് ഇത് ചെയ്യാൻ പാടില്ലല്ലോ, കോൾ ചെയ്യാൻ പാടില്ലെന്നല്ലോ, സൈലന്റ് മോഡിലാക്കണം. അല്ലെങ്കിൽ പിന്നെന്താ എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കുന്നവരോട്, സറൗണ്ടിങ്സിൽ ഇരിക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഞാൻ ഒഴിച്ചിട്ട് ബാക്കി ഒരു മനുഷ്യർ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, എല്ലാവരും ഒബ്സർവ് ചെയ്യും. ഐ ലവ് ടു ഒബ്സർവ്. ഓക്കെ, സോ എന്താ പറയുക, അതെൻ്റെ ഒരു വലിയ ഹോബിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു ചാനലോ അല്ലെങ്കിൽ ഇതോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മൊബൈലിൽ ഫോട്ടോസ് എടുക്കും, ഒരു വീഡിയോയും ഞാൻ എടുക്കില്ലായിരുന്നു. ഓക്കെ, ഒറ്റ വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല ഇതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ. ഓക്കെ, സോ എന്താ പറയുക, ഈ റീൽസോ ഇതിനൊക്കെ എന്താ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഇത് തുടങ്ങി. ഇതായത് എന്താ പറയുക, ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, സോ ഇപ്പം ആണല്ലോ, ഇപ്പം നമുക്ക് ആവശ്യമാണല്ലോ. ഓക്കെ, യു ഷുഡ് ഹാവ് ടു. സോ ഇവിടെ അത് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് ഇങ്ങോട്ട് ഇന്നാണെങ്കിൽ എന്താ പറയുക, അത് ഇവർ എത്ര കുഞ്ഞുങ്ങളെയും കൊണ്ട് 2-3 ഒക്കെ കുഞ്ഞുങ്ങൾ, ഇവിടെ കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഓക്കെ, ഞാൻ ഇത്തവണ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ റോബോട്ടേ ഉള്ളൂ, കുട്ടികളെ ഒന്നും കാണുന്നു, കുഞ്ഞുങ്ങളെയൊന്നും. ഇപ്പോൾ ഒരു മോൾ, അത് പറയാൻ വന്നില്ല, ഒരു മോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അത് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ക്യാപ്പ് മേടിച്ച് ഞാൻ ഫോട്ടോ എടുക്കാം. യു ലുക്ക് സോ ക്യൂട്ട്. നല്ല സ്മാർട്ട്. ആ മോളുടെ ഫോട്ടോ എനിക്ക് ഇതിനകത്ത് കാണിക്കാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിൻ്റെ അമ്മയുടെ പെർമിഷനോടാണ് അവരാണ് എടുത്തത്, ഞങ്ങൾ 2 പേരുടെയും കൂടെ ഒക്കെ. ഓക്കെ, പക്ഷേ എന്നാലും നമുക്കിങ്ങനെ ചാനലിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ക്യൂട്ട് ബേബി. ഓക്കെ, സോ അവൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, അവൾ പഠിക്കുന്ന സ്കൂളിൽ, അതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് ഓക്കെ അറിയോ ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല. 5 വയസ്സ് കാണും, പക്ഷെ ഭയങ്കര ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഓക്കെ, സോ എന്താ പറയുക, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇന്ന് ട്രെയിനകത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 34 minutes കൂടുതൽ ഇരിക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇന്ന് ട്രെയിനകത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 34 minutes കൂടുതൽ ഇരിക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു യൊക്കോഹോമ കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ്, ഒരമ്മയും 2 മക്കളും കൂടെ. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നിന് 1-1.5 വയസ്സേ കാണുള്ളൂ. അവള് കുറച്ചുകൂടെ ഇവിടെ 1 വയസ്സ് കഴിഞ്ഞ 1.5 വയസ്സ് 2 വയസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര മെച്യൂരിറ്റിയാണ്. മറ്റേതാണെങ്കിൽ ഒരു 8-9 months ഉള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ 10 months, എന്തായാലും 1 year താഴെയാണ്. ബേബി ക്രാഡിലൊക്കെയാണ് കൊണ്ടുവന്ന് ഇരുത്തി ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് അവൾ കാണിക്കുന്നത്, അപ്പോൾ മറ്റേ കൊച്ചുങ്ങളായാലും ചിരിക്കില്ല.
എനിക്ക് ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ. ഓക്കെ, സോ ഇത് കുഞ്ഞായതുകൊണ്ട് അവൾ ഇങ്ങനെ എന്നെ നോക്കി നിന്നിട്ട് അവിടെ അമ്മ എന്തോ കഴിക്കാൻ കൊടുത്ത് അത് അവർ യൊക്കോഹോമയിൽ മേടിച്ചതാണ്. കുറേ സ്വീറ്റ്സ് ഉണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ കുറേ മേടിച്ചത് കേട്ടോ. അത് ഇപ്പോഴും ഇരിക്കുന്നു ഫ്രിഡ്ജിനകത്ത്. എന്താ പറയുക, എൻ്റെ ഫീബിയെ വാക്കിങ്ങിന് കൊണ്ടുവന്ന അവരുടെ കുഞ്ഞൊരു കുട്ടിയുണ്ട്, അവർക്ക് പുതിയ ആൾക്കാരെ. അപ്പോൾ അവൾ അവൾക്ക് ഒരു 2 വയസ്സ് കാണും. അവളെന്നും വന്ന് ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാനുള്ളപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഇതിലെ കുറേശ്ശെ എടുത്തെടുത്ത് കൊടുക്കും. അത് കാരണം അവൾ എന്താ പറയുക, ഞാനില്ലെങ്കിൽ ഇങ്ങനെ അവർ പറയും നോക്കും, കാരണം ഉള്ളിലോട്ട് നോക്കും ഫ്രിഡ്ജിരിക്കുന്ന സ്ഥലത്തോട്ട് ഒക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അതേപോലെ ഈ ഓർമ്മ വന്നു. ഈ ഇവർ എവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേ, അവിടെ നിന്ന് അവർ കനകാവയിൽ ഇറങ്ങി. ഓക്കെ, സോ അതുവരെ എനിക്ക് നല്ല ടൈം പാസ് ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുക, അവൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നു, എന്നിട്ട് എന്നോട് ഇങ്ങനെ വേണോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ആക്ഷൻ. ഞാനിവിടെ നിന്നുള്ള ആക്ഷൻ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം അവളുടെ സിസ്റ്റർ അവൾക്ക് കണ്ടപ്പോഴത്തേക്ക് അവളിങ്ങനെ നിന്നിട്ട് അവരുടെ അമ്മേനെ ഇതാക്കിയിട്ട് പതുക്കെ പറഞ്ഞു ഇങ്ങനെ എന്തോ ആയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇവളാണെങ്കിൽ ഭയങ്കര ക്യൂട്ട്. അവൾ എന്നെയൊക്കെ കരുതി എന്നൊക്കെ കാണിച്ച് ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ഓപ്പോസിറ്റ് കാണിച്ചു കൊടുത്ത് നല്ല രസമായിരുന്നു. അങ്ങനെ ടൈം പോയതേ അറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഒരു ലേഡി വന്ന് വ്യൂ ബ്ലോക്കായപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് അധികം ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഇതിൽ വന്ന് വ്യൂ ബ്ലോക്കായി. ഉടനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇവർ അങ്ങോട്ട് മാറി. അവരങ്ങോട്ടൊന്ന് മൂവ് ചെയ്തപ്പോൾ നമുക്ക് കാണും. ഇവിടുത്തേക്കുള്ളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നെ. അന്ന് നോക്കിയിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കാനകാവേലായപ്പോൾ ഇറങ്ങി. അതുവരെ ഭയങ്കര ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ബൈയൊക്കെ തന്ന് എല്ലാം കാര്യമായിട്ടൊക്കെ പറഞ്ഞു പോയി. നല്ല അതാണ് എനിക്ക് ഭയങ്കര കുട്ടികൾ ഭയങ്കര. എനിക്കൊന്ന് ഇവിടെ ക്ലോസ് ആക്കുന്നു, ഞാൻ ഇറങ്ങട്ടെ, കാരണം ഓക്കെ ക്ലോസിങ് ചെയ്യാം. ഐ തിങ്ക് ഇവിടെ ആരും ഇല്ല മമ്മി. ഓക്കെ, സോ അങ്ങോട്ട് കയറി, അതുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ എന്താ ഹീസ് ക്ലോസിങ് കണ്ടോ, ക്ലോസിങ്. ഞാൻ ഇറങ്ങിയില്ലേ ഇപ്പോൾ അതിനകത്തോട്ട് പോയിരുന്നു. പിഴത്തൊന്നുമില്ല, അവർ കണ്ടോ, അവർ ആക്കി വിടും, എന്നെ ഇറക്കി വിട്ടുണ്ടോ, അവിടെ കാര്യമില്ല. അപ്പോൾ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ, പാട്ട് പഠിക്കുന്നു. വേറൊരു വൈബാണ്. ഞാൻ മാത്രമേ എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കുന്നത്. സപ്പോർട്ടീവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. സത്യം, സീരിയസ്ലി ഒറ്റയ്ക്ക് പോകുന്ന ഒരാളെ പോലും ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ. ഓക്കെ, സോ ക്രൗഡ് ഒപ്പം തോന്നുന്നു. അപ്പൻ എന്നെ കൂട്ടി പിന്നെ നമുക്കിന്നൊന്നും വലിയ പ്രശ്നമില്ല, വലിയ മതിലിയാടുന്ന ഞാൻ. പിന്നെ ഇത് എവിടെയായിരുന്നു ഒരിക്കൽ ഞങ്ങൾ ഞാനും മോനും ഇവിടെ ഫിലിം എന്തോ കഴിഞ്ഞിട്ട് വന്നു എന്തോ. അപ്പം നമ്മൾ താമസിച്ചിരുന്ന അത് ഇൻഡിപെൻഡൻ്റ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എന്തോ എനിക്ക് ഓർമ്മ. അവിടെ യെസ് ഇൻഡിപെൻഡൻ്റ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് 4 ഫ്ലോറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ രാത്രിയിൽ എത്രയോ സമയം കഴിയുമ്പം ഗേറ്റ് അങ്ങ് പൂട്ടുമായിരുന്നു. അതിൻ്റെ അതിനകത്ത് ഒരു ഹൗസ് ഓണറല്ല, അവർ ഓണർഷിപ്പ് ഉള്ളവരുണ്ട്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റിയോട് പറഞ്ഞകത്ത് അവർ പൂട്ടും. ഓക്കെ, കാരണം പിന്നെ നമ്മളുമേ ഉള്ളൂ, നമ്മൾ 2 ഫ്ലോർ ഉണ്ട്, അവരങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലെ ഞങ്ങൾ രാത്രിയിൽ ഫിലിമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോന് ഞാനും കൂടെ അകത്തുനിന്നില്ലേ. അപ്പം നമ്മുടെ കയ്യിൽ കീ സാധാരണ നമുക്ക് എല്ലാവർക്കും തരും. അപ്പം അത് നമ്മൾ റൂമിലായിരുന്നു, വീട്ടിലായിരുന്നു. അതിനുശേഷം വാട്ടിടുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ചാടി ജമ്പ് ചെയ്താ മതിലേ കൂടെ വലിച്ചു കയറി പുറകെ അവനും ചാടി. ഞങ്ങൾ 2 കൂടെ മതിൽ ചാടി വന്ന് പിന്നെ വണ്ടി അകത്തിരുന്നല്ലോ. പിന്നെ ഇത് അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റി അതിനോട് തുറന്നു. അങ്ങനെ അത്രയും വലിയൊരു വാള് വലിഞ്ഞ് കയറി. ഈ ആള് കൊള്ളാമല്ലോ, അന്ന് ഇനി എന്താ വിചാരിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ ഇത് വല്ലതും ഉണ്ടോ നമുക്ക്. ഓക്കെ, പിന്നെ അടുത്ത കാഴ്ച കാണാം.
Yes, read them all. Yeah. ぜひ買ってください。Okay. ブラジル。ああ、いいね。上手だな。I think you. Thank you. Sauce. Sauce. Say hi. Hi. Where are you from? India. In Europe? Yeah. Sightseeing? Yeah, sightseeing. Yeah. Yeah. You look so beautiful. I want to go. Oh, yeah, come Yeah. with me. My friend is in India. India. Wow, great. Yeah, come. You look so beautiful. Thank you. Yeah.はい、どうしたありがとう。はい。おつやくまのホットなんで、変えていかがなさいますね。メニューがこれなんで、ぜひ。はい、ありがとうございます。おつやくまです。はい。1800円です。聞いてないけど、まあ聞いてないです。今聞いていただいてるんですけど、聞いて結構聞いてる。聞いてるだけはまだ聞いてる。നോർമലി 5:30 ആകുമ്പം ഇവിടെ മുഴുവൻ ഇരുട്ടാവുന്നേ. ഓക്കെ, ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ പുറത്ത് വന്നത് തന്നെ. നിൽക്കും. ഓക്കെ, ഇപ്പം കാരണം ലൈറ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച്. ഇപ്പം നമ്മൾ സക്കുറ ഇതിൽ കണ്ടതിൽ ഭയങ്കര ഭംഗിയായിരിക്കും, എന്താ പറയുക, രാത്രിയിൽ കാണാൻ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ആഫ്റ്റർനൂൺ ഇറങ്ങിയത്. വെതർ ഇങ്ങനെ നടക്കുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. അല്ല, എന്നാലും ആ ലൈറ്റ് ഇപ്പം കുറച്ച് ലൈറ്റ് ഉണ്ട്. ഇപ്പം ഇങ്ങോട്ടാണ് സണ്ണ്. ഇപ്പോൾ ഞാൻ മെനോ സ്റ്റേഷൻ്റെ അവിടെ ഒന്ന് നിൽക്കുക, ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് വന്നോ. നോക്കിയപ്പോൾ അവിടെ കോഫി മെഷീൻ കേട്. അതങ്ങനെ. പിന്നെ അവിടുത്തെ കുറേ കുക്കിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നിന്ന് എന്താ ആക്ച്വലി ഞാൻ ഒസാക്ക ഗ്യാസിലൊക്കെ ഇരട്ടിയാക്കിയെന്ന് ഇന്ന് ഗൂഗിൾ ന്യൂസിനകത്തുണ്ടായിരുന്നു. ഓക്കെ, പ്രൈസ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇരട്ടിയാക്കി. എസ്പെഷ്യലി ഇത് സീസൺ ഇപ്പോൾ ഈ ഗോൾഡൻ വീക്സ് കൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരട്ടിയുടെ. ഓക്കെ, സോ ഇതൊക്കെ എല്ലാം ബുക്ക് നേരത്തെ ചെയ്തിട്ട് തന്നെ ഈ അവസ്ഥ. പിന്നെന്താ പറയുക, ഈ ഒരു കോഫി പോലും എന്താ പറയുക 1200 1500 എന്നെ നമ്മുടെ 800 700 800 റുപ്പീസിൻ്റെ അടുത്ത് വരും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എന്താ പറയുക, തിളങ്ങി നിൽക്കുന്നില്ലേ, കട്ട് ചെയ്തിങ്ങനെ എന്താ പറയുക, സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിളങ്ങി. ജനം കണ്ടത് അവിടെ പോകുന്ന ഒഴുകുവാണ്. ഇങ്ങനെ തിരിച്ച് ഇവിടെ അല്ല, സോറി, ഇങ്ങോട്ട് കാണിക്കട്ടെ. വേണ്ട, തിരിച്ചു പോകുന്നു. അവിടെ തന്നെ ബഹളം. അത് കാരണം സ്റ്റേഷനകത്ത് പിന്നെ കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ വെച്ചാൽ ഇവിടെ അധികം ഒന്നും ഇല്ല ഇതിനകത്ത് ഷോപ്പ് ചെയ്യാനോ. അത്
ഇത്രയൊക്കെ ലൈറ്റിൽ കാണുന്നുള്ളൂ. എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഓക്കെ, സെയിം. രാത്രിയായി, കാണാൻ നല്ല ഭംഗിയാകും. പക്ഷേ എന്താ പറയുക, എനിക്ക് നാളെ പോവുകയും കൂടെ ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത്രയും സമയം നിന്നത്. പോയിന് ഇതാണ് മെങ്ങ സ്റ്റേഷൻ്റെ ബൈ ബൈ പറയുകയാണ്. സപ്പൂറ നൈറ്റ് ലൈറ്റ്. സോ ഉണ്ട്. സോ യു എൻജോയ്. ബൈ, ഗുഡ് നൈറ്റ്.